ലോക ഫുട്ബോളിൻ്റെ മിസിഹ ഇവിടെ വരുമോ, നമ്മൾ അത്രയ്ക്ക് അങ്ങ് വലുതായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത്, മെസ്സി വന്നിട്ട് കേരളത്തിൽ എന്താണ് കാര്യം, കുറേ പണം പൊടിക്കുമെന്നല്ലാതെ എന്നിങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേറൊരു ഭാഗത്ത്. ഈ ഒക്ടോബറിൽ മെസ്സി അടങ്ങുന്ന അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്നും ഇവിടെ സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്ന് വരുന്ന അഭിപ്രായ പ്രകടനങ്ങളെയാണ് ഞാൻ ഇത്രയേറെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാന വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. മെസ്സി കേരളത്തിൽ വന്നിട്ട് എന്ത് കാര്യം? ഈ ചോദ്യം കേരളത്തിന് ഒട്ടും ഗുണം ചെയ്യുന്നതല്ല. മെസ്സി കേരളത്തിലെത്തിയാൽ അതുണ്ടാകുന്ന ലോക ശ്രദ്ധ ചെറുതാവില്ലെന്ന് ഉറപ്പാണ്. ഫുട്ബോൾ ഹൃദയത്തിൽ തുടിക്കുന്ന രാജ്യത്തിലെ ജനങ്ങളിലേക്ക് കേരളം എന്ന ബ്രാൻഡിനെ കൊണ്ടുവരാൻ മെസ്സിയുടെ വരവോടെ സാധിക്കും. സ്പോർട്സ് ഇന്നൊരു വിനോദം മാത്രമല്ല, ലോകത്താകമാനം ഏറെ തൊഴിലവസരം സൃഷ്ടിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയായി സ്പോർട്സ് ടൂറിസവും സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റിയും മാറിക്കഴിഞ്ഞു. ഈ സാധ്യതയാണ് മെസ്സി വന്നിട്ട് എന്ത് കാര്യം എന്ന ഒറ്റ ചോദ്യത്തിൽ തല്ലിക്കെടുത്തുന്നത്. ഖത്തറിൽ ലോകകപ്പ് എത്തിയപ്പോൾ വ്യക്തമായതല്ലേ സാമ്പത്തിക ടൂറിസ സാംസ്കാരിക ചുറ്റുപാടിൽ ഫുട്ബോൾ ഉണ്ടാക്കുന്ന മാറ്റം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ജോലി ലഭിച്ചു. അതിൽ വലിയൊരു ശതമാനം മലയാളികൾ കൂടിയാണ്. ഇന്ന് ലോകത്ത് വളരെ വേഗം വളരുന്ന മേഖലയാണ് സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ അത്രയ്ക്കൊന്നും പോപ്പുലർ അല്ലാത്ത സൗദി ലീഗിൽ കളിക്കുന്നത് ഈ വ്യവസായത്തിൻ്റെ സാധ്യതയാണ് കാണിക്കുന്നത്. ആഴ്ചയിൽ $4 മില്യൺ നൽകിയാണ് സൂപ്പർ താരത്തെ അൽ നാസർ ഒപ്പം നിർത്തിയിട്ടുള്ളത്. ഇതിലൂടെ സ്പോർട്സ് ടൂറിസത്തിൻ്റെ സാധ്യതയാണ് സൗദി അറേബ്യ തുറന്നു കാട്ടുന്നത്. ഉയർന്ന നിലവാരമുള്ള സ്റ്റേഡിയം എക്സ്പീരിയൻസ് മുതൽ കായിക താരങ്ങളുടെ താമസ സൗകര്യങ്ങൾ, ആഗോള കായിക ടൂറിസം സാധ്യതകളുടെ വലിയ ലോകമാണ് തുറക്കുന്നത്. മേഖലയിലെ പ്രൊഫഷണലുകളുടെ ആവശ്യം അതിവേഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സിൽ കേരളത്തിന് മികച്ച പാരമ്പര്യമാണല്ലോ ഉള്ളത്. അത്ലറ്റിക്സിലും ഫുട്ബോളിലുമെല്ലാം നേട്ടം കൊയ്ത കേരളം ക്രിക്കറ്റിലും ശക്തമായ സാന്നിധ്യമാവുകയാണ്. രഞ്ജി ട്രോഫിയിലെ മികച്ച പ്രകടനവും സഞ്ജു സാംസനെ പോലുള്ള താരങ്ങളുടെ സാന്നിധ്യവും ക്രിക്കറ്റ് ലോകത്തും കേരളത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയവും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും നമുക്ക് സ്പോർട്സ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്താൻ കഴിയും. കേരളത്തിലെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും നഗരങ്ങളിലും കായിക താരങ്ങൾക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകൾക്കുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആലപ്പുഴ പട്ടണം കായൽ ക്രൂസുകൾക്കും ബോട്ട് റേസുകൾക്കും പേര് കേട്ടതാണല്ലോ. വള്ളംകളി നമ്മുടെ മാത്രം സ്വത്താണ്. കളരിപ്പയറ്റിനെയും സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കും. കേരളത്തിലെ മികച്ച ആരോഗ്യ സംവിധാനങ്ങളും ആയുർവേദവുമെല്ലാം സ്പോർട്സ് ടൂറിസത്തിനും ഹോസ്പിറ്റാലിറ്റിക്കും മുതൽക്കൂട്ടാവും. മത്സരമുള്ള ദിവസത്തെ ബിസിനസ് സാധ്യതകൾക്കും ടിക്കറ്റ് വിൽപ്പനയുടെയുള്ള വരുമാനത്തിനും അപ്പുറമുള്ള സാധ്യതയാണ് സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റിയിലൂടെ തുറന്നു തരുന്നത്. ഇതിൽ VIP ലോഞ്ചുകൾ, കോർപ്പറേറ്റ് സ്യൂട്ടുകൾ, അത്ലറ്റുകളുടെ താമസ സൗകര്യങ്ങൾ, ഇവൻറ്റ് കേറ്ററിംഗ്, സ്പോർട്സ് ടൂറിസം, ലക്ഷറി സ്റ്റേഡിയം സർവീസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഒളിമ്പിക്സ്, ഫിഫ ലോകകപ്പ്, IPL, ഫോർമുല 1 തുടങ്ങിയ വലിയ ചാമ്പ്യൻഷിപ്പുകളുടെ സംഘാടകർ വെൽ പ്ലാൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കളിക്കാർക്കും ടീമുകൾക്കും ആരാധകർക്കും മികച്ച സേവനം നൽകുന്നതിനാണ് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നത്. എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനമാണ് ഒരു സ്പോർട്സ് ഇവൻറ്റിൻ്റെ വിജയം. അത്ലറ്റുകൾക്കുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ എക്സ്ക്ലൂസീവ് സ്റ്റേഡിയം ഹോസ്പിറ്റാലിറ്റി സോണുകൾ വരെ ഈ വ്യവസായം അവിശ്വസനീയമായ വേഗതയിൽ വളരുകയാണ്. സ്പോർട്സ് വലിയ ഇൻഡസ്ട്രിയായി വളരുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് സ്പോർട്സ് ടൂറിസത്തിലും സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റിയിലും അനന്തമായ അവസരങ്ങളാണ് ഉണ്ടാകുന്നത്. സ്പോർട്സ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, സ്റ്റേഡിയങ്ങളിലും അരീനകളിലും ലക്ഷറി ഹോസ്പിറ്റാലിറ്റി, അത്ലറ്റിക് ആൻഡ് ടീം മാനേജ്മെൻറ്റ് സേവനങ്ങൾ, സ്പോർട്സ് ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഇവൻറ്റ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കേറ്ററിംഗ് തുടങ്ങി പല മേഖലകളിലായി നിരവധി ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതോടൊപ്പം സ്പോർട്സ് ഹോസ്പിറ്റാലിറ്റിയിലെ കരിയർ സാധ്യതകളും വികസിക്കും. സ്പോർട്സ് ഇൻഡസ്ട്രി വളരുമ്പോൾ സ്വാഭാവികമായും ഹോസ്പിറ്റാലിറ്റിയിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആഡംബര സ്റ്റേഡിയം സൂട്ടുകൾ കൈകാര്യം ചെയ്യുക, അന്താരാഷ്ട്ര സ്പോർട്സ് ടൂറിസം സംഘടിപ്പിക്കുക, അതല്ലെങ്കിൽ അത്ലറ്റുകൾക്ക് ലോകോത്തര താമസ സൗകര്യം ഉറപ്പാക്കുക തുടങ്ങി ഈ മേഖല മികച്ച കരിയർ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. സ്പോർട്സ് ഇവൻറ്റ് കോർഡിനേറ്റർ, സ്റ്റേഡിയം ഹോസ്പിറ്റാലിറ്റി മാനേജർ, സ്പോർട്സ് ടൂറിസം സ്പെഷ്യലിസ്റ്റ്, അത്ലറ്റിക് കൺസേർജ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാനേജർ, കേറ്ററിംഗ് ആൻഡ് F&B മാനേജർ എന്നിവ ചില കരിയർ സാധ്യതകളാണ്. ചുരുക്കി പറഞ്ഞാൽ സ്പോർട്സ് വ്യവസായത്തിൽ മികച്ച കരിയർ കെട്ടിപ്പടുക്കുവാൻ നിങ്ങളൊരു അത്ലറ്റ് ആവേണ്ടതില്ല. സ്പോർട്സിലും ഹോസ്പിറ്റാലിറ്റി മേഖലയോടും താല്പര്യമുണ്ടെങ്കിൽ കുതിച്ചുയരുന്ന ഈ മേഖലയുടെ ഭാഗമായി നിങ്ങളുടേതായ ഒരു ഇടം ഇതിലും കണ്ടെത്താം.